എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2017 ഓഗസ്റ്റിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ സൈക്കോളജിയാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? താഴെ പറയുന്നവരിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? Who among the following is associated with hierarchy of learning? A. Abraham Maslow. B. Edgar Dale. C. Howard Gardner. D. Robert Gagne. ഇതിൽ പഠന ശ്രേണിയുമായി അഥവാ ഹൈറാർക്കി ഓഫ് ലേണിംഗുമായി ബന്ധപ്പെട്ട ആള് റോബർട്ട് ഗാഗ്നെ ആണ്. ഡി ആണ് ഉത്തരം. ചോദ്യം 2. ഒരധ്യാപിക തൻ്റെ സ്കൂളിൽ സംഘമാർഗനിർദ്ദേശം കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഏത് സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത്? ഒരധ്യാപിക തൻ്റെ സ്കൂളിൽ സംഘമാർഗനിർദ്ദേശം കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഏതു സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത്? A teacher wants to provide group guidance in his or her school. The guidance becomes successful when A. സംഘാംഗങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളുള്ളപ്പോൾ. B. സംഘം ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോൾ. C. സംഘാംഗങ്ങൾ അധ്യാപികയുമായി സഹകരിക്കുമ്പോൾ. D. വ്യത്യസ്ത തരത്തിൽപ്പെട്ട അംഗങ്ങളാൽ രൂപീകൃതമായ സംഘങ്ങളാകുമ്പോൾ. ആൻസർ ബി ആണ്. സംഘം ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോൾ. ദ ഗ്രൂപ്പ് ഈസ് ഓഫ് ഹോമോജനസ് ടൈപ്പ്. 3. കൗമാര ബഹുമതിക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് കൂടുതൽ കാരണമാകുന്നത്? കൗമാര ബഹുമതിക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് കൂടുതൽ കാരണമാകുന്നത്? ടീനേജ് സെൽഫ് എസ്റ്റീം ഈസ് ഓഫൺ അഫക്റ്റഡ് ബൈ എ. കഴിവുകൾ എബിലിറ്റി. ബി. പ്രത്യക്ഷ ഭാവം അപ്പിയറൻസ്. സി. ജിജ്ഞാസ ക്യൂരിയോസിറ്റി. ഡി. ബന്ധങ്ങൾ റിലേഷൻഷിപ്സ്. ആൻസർ എ അല്ല, ബി ആണ്. പ്രത്യക്ഷ ഭാവം അപ്പിയറൻസ്. 4. ലോഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ അധ്യാപിക ഉദാഹരണങ്ങളിലൂടെ ആശയ രൂപീകരണത്തിലെത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഇവിടെ അധ്യാപിക അവലംബിക്കുന്നത് ലോഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ അധ്യാപിക ഉദാഹരണങ്ങളിലൂടെ ആശയ രൂപീകരണത്തിലെത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഇവിടെ അധ്യാപിക അവലംബിക്കുന്നത് while teaching the concept metals, teacher provides different examples and make the students to arrive at a definition of the concept by analyzing the characteristics. Here the teacher emphasizes A. ആഗമന രീതി inductive approach. B. intuitive രീതി intuitive approach. C. വിശകലന രീതി analytic approach. ഡി. നിഗമന രീതി ഡിഡക്റ്റീവ് അപ്രോച്ച്. ആൻസർ ഓപ്ഷൻ എ ആണ്, ആഗമന രീതി ഇൻഡക്റ്റീവ് അപ്രോച്ച്. 5. പഠന വൈകല്യമുള്ള കുട്ടികൾ പ്രധാനമായും ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ ആർ എ. കഴിവുകൾ കുറവുള്ളവരായിരിക്കും ഡെഫിഷ്യന്റ് ഇൻ പൊട്ടൻഷ്യൽസ്. ബി. ബുദ്ധി കുറവുള്ളവരായിരിക്കും ലോ ഇൻ ഇന്റലിജൻസ്. സി. ന്യൂറോളജി പരമായ വൈകല്യമുള്ളവരായിരിക്കും ന്യൂറോളജിക്കലി ഡെഫിഷ്യന്റ്. ഡി. പൊതുവെ നിഷ്ക്രിയരായിരിക്കും സ്ലോ ഇൻ ആക്ടിവിറ്റി. ആൻസർ ഓപ്ഷൻ സി ആണ്, ന്യൂറോളജിക്കലി ഡെഫിഷ്യന്റ് ന്യൂറോളജി പരമായ വൈകല്യമുള്ളവരായിരിക്കും. 6. അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമമാണ്
അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമമാണ് എ പൂർത്തീകരണം ക്ലോഷർ, ബി സാദൃശ്യം സിമിലാരിറ്റി, സി സാമീപ്യം പ്രോക്സിമിറ്റി, ഡി തുടർച്ച കണ്ടിന്യൂറ്റി. ആൻസർ ഓപ്ഷൻ സി ആണ്, സാമീപ്യം പ്രോക്സിമിറ്റി. ചോദ്യം 7. താഴെ പറയുന്നവയിൽ ചിന്തക്കുള്ള ഉപകരണമല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ചിന്തക്കുള്ള ഉപകരണമല്ലാത്തത് ഏത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൂൾ ഫോർ തിങ്കിങ്? എ പ്രബലനം റീഇൻഫോഴ്സ്മെന്റ്, ബി അടയാളങ്ങൾ സിംബൽസ്, സി ഭാഷ ലാംഗ്വേജ്, ഡി ആശയങ്ങൾ കൺസെപ്റ്റ്സ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെന്റ്. ചോദ്യം 8. ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത്? ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലീഡിംഗ് ടു ലേണിംഗ് ഈസ് എംഫസൈസ്ഡ് ഇൻ എ ചേഷ്ടാവാദം ബിഹേവിയറിസം, ബി ജ്ഞാതൃവാദം കൊഗ്നിറ്റീവിസം, സി ജ്ഞാനനിർമ്മിതിവാദം കൺസ്ട്രക്റ്റീവിസം, ഡി മാനവികവാദം ഹ്യൂമനിസം. ആൻസർ എ ആണ്, ചേഷ്ടാവാദം അഥവാ ബിഹേവിയറിസം. 9. അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏത് ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏത് ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? റാണി, an upper primary school student, can learn and perform better through group works and discussion method. She is dominant in A. ഭാഷാപരമായ ബുദ്ധി linguistic intelligence, B. interpersonal ബുദ്ധി interpersonal intelligence, C. bodily kinesthetic ബുദ്ധി, D. യുക്തി ഗണിത ബുദ്ധി അഥവാ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്റർപേഴ്സണൽ ബുദ്ധി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ചോദ്യം 10. പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഇത് അറിയപ്പെടുന്നത്? പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഇത് അറിയപ്പെടുന്നത്? രാമു ഈസ് ആൻ ആവറേജ് സ്റ്റുഡൻറ് ഇൻ അക്കാഡമിക് പെർഫോമൻസ്, ബട്ട് he is trying to excel in sports and succeeds to a great extent in sports performance. This is known as A. projection, B. compensation, C. identification, D. repression. Answer B ആണ്, compensation. 11. സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ്? സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ് എ ടീച്ചർ ഹു ട്രൈസ് ടു അപ്ലൈ സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം ഇൻ ക്ലാസ് റൂം ഈസ് യൂസിങ് എ സംഘടിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്, ബി മസ്തിഷ്കോച്ചാടനം ബ്രെയിൻ സ്റ്റോമിംഗ്, സി സിമുലേഷൻ, ഡി ചോദ്യരീതി അഥവാ ക്വസ്റ്റ്യനിങ്. ആൻസർ എ ആണ്, സംഘടിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ്. 12. കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശമാണ് കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും
നല്ല പൗരന്മാരായി വളരാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശമാണ് എ. വ്യക്തിപരമായ മാർഗനിർദ്ദേശം പേഴ്സണൽ ഗൈഡൻസ്. ബി. വിദ്യാഭ്യാസപരമായ മാർഗനിർദ്ദേശം എഡ്യൂക്കേഷണൽ ഗൈഡൻസ്. സി. തൊഴിൽപരമായ മാർഗനിർദ്ദേശം വൊക്കേഷണൽ ഗൈഡൻസ്. ഡി. സംഘമാർഗനിർദ്ദേശം ഗ്രൂപ്പ് ഗൈഡൻസ്. ആൻസർ എ ആണ് വ്യക്തിപരമായ മാർഗനിർദ്ദേശം അഥവാ പേഴ്സണൽ ഗൈഡൻസ്. 13. അപ്പർ പ്രൈമറി വിദ്യാർത്ഥിയായ ഷിജു ഗണിതത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ എപ്പോഴും അക്കങ്ങളുടെ സ്ഥാനവില തെറ്റിച്ചു കാണിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതു തരം പഠന വൈകല്യമാണ് ഷിജുവിനുള്ളത്? അപ്പർ പ്രൈമറി വിദ്യാർത്ഥിയായ ഷിജു ഗണിതത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ എപ്പോഴും അക്കങ്ങളുടെ സ്ഥാനവില തെറ്റിച്ചു കാണിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതു തരം പഠന വൈകല്യമാണ് ഷിജുവിനുള്ളത്? എ. ഡിസ്പ്രാക്സിയ. ബി. ഡിസ്കാൽക്കുലിയ. സി. ഡിസ്ഗ്രാഫിയ. ഡി. ഡിസ്ലെക്സിയ. ആൻസർ ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബി ആണ് ഡിസ്കാൽക്കുലിയ. 14. കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികൾ വികസിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്ന ഒരു അധ്യാപികക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ പഠന രീതി ഏതാണ്? കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികൾ വികസിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്ന ഒരു അധ്യാപികക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ പഠന രീതി ഏതാണ്? A teacher wants to develop metacognitive skills in her students. Which of the following is the most appropriate strategy that can be used for that? A. Lecturing. B. Mastishkochadanam, brainstorming. C. Journaling. D. Parayanam, recitation. Answer സി ആണ് ജേർണലിംഗ്. 15. കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്നത്. കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്നത്. ടു സസ്റ്റെയിൻ മാക്സിമം അറ്റൻഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് റൂം എ ടീച്ചർ ക്യാൻ യൂസ് എ. വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ബി. ആഖ്യാന ശൈലി അവലംബിക്കുക, നറേറ്റീവ് സീക്വൻസസ്. സി. വേഗത കുറച്ചുള്ള ലെക്ചറിംഗ്. ഡി. ട്യൂട്ടോറിയൽ രീതി അവലംബിക്കുക. ആൻസർ എ ആണ് വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, വെറൈറ്റി ഓഫ് ലേണിംഗ് സിറ്റുവേഷൻസ്. 16. താഴെ പറയുന്നവയിൽ ഫലവത്തായ അധ്യാപകൻ അല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഫലവത്തായ അധ്യാപകൻ അല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ആൻ എഫക്റ്റീവ് ടീച്ചർ? എ. വളരെ താല്പര്യത്തോടെ അധ്യാപനം ചെയ്യുന്ന അധ്യാപകൻ. ബി. നൂതന ബോധന രീതികൾ അവലംബിക്കുന്ന അധ്യാപകൻ. സി. ക്ലാസ്സിനെ നിയന്ത്രിക്കാതെ അധ്യാപനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അധ്യാപകൻ. ഡി. പാഠഭാഗം പഠിപ്പിച്ചു തീർക്കുന്നതിനേക്കാൾ അവ മനസ്സിലാക്കിക്കുന്നതിൽ ഊന്നൽ നൽകുന്ന അധ്യാപകൻ. ഫലവത്തായ അധ്യാപകൻ ഈ കൂട്ടത്തിൽ ഏതാണ്? ഫലവത്തായ അധ്യാപകൻ അല്ലാത്തത് ഈ കൂട്ടത്തിൽ ആരാണ് എന്നാണ് ചോദ്യം. അത് സി ആണ്. ക്ലാസ്സിനെ നിയന്ത്രിക്കാതെ അധ്യാപനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അധ്യാപകൻ ഫലവത്തായ അധ്യാപകനല്ല, എഫക്റ്റീവ് ടീച്ചർ അല്ല. 17. സ്വയം വിലയിരുത്തലിന്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണം ഏതാണ്? സ്വയം വിലയിരുത്തലിന്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണം ഏതാണ്? While constructing learning curves,
As a self-assessment tool, many of the students have frequent plateaus in the curve. Which of the following can be the most appropriate reason for this? A. ബോധന രീതിയുടെ പോരായ്മ, ഇംപ്രോപ്പർ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ബി. നൂതനമായ ബോധന രീതികൾ, ഇന്നോവേറ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. സി. യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷേർച്ച, റിയലിസ്റ്റിക് ലെവൽ ഓഫ് ആസ്പിരേഷൻ. ഡി. ഉന്നത നിലയിലുള്ള അഭിപ്രേരണ, ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ. ആൻസർ എ ആണ്, ബോധന രീതിയുടെ പോരായ്മ, ഇംപ്രോപ്പർ മെത്തേഡ് ഓഫ് ടീച്ചിങ്. 18. നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിനിരയായാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിനിരയായാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്തു ചെയ്യും? എ. സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും വിവരമറിയിക്കും. ബി. ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളിൽ വിവരമറിയിക്കും. സി. പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തും. ഡി. മേൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഡി ആണ്, മേൽ പറഞ്ഞവയെല്ലാം. അതായത് സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും വിവരമറിയിക്കും, ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളിൽ വിവരമറിയിക്കും, അതിൻ്റെ ഒക്കെ മുമ്പ് പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തും. അപ്പോൾ ഈ 3 കാര്യവും ചെയ്യും. 19. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുവിന് രസതന്ത്രത്തിലെ സമവാക്യങ്ങൾ സമീകരിക്കുന്നതിന് മിക്കപ്പോഴും പ്രയാസം നേരിടുന്നു. പിയാഷെയുടെ സിദ്ധാന്തമനുസരിച്ച് അവന് എന്ത് ന്യൂനതയാണുള്ളത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുവിന് രസതന്ത്രത്തിലെ സമവാക്യങ്ങൾ സമീകരിക്കുന്നതിന് മിക്കപ്പോഴും പ്രയാസം നേരിടുന്നു. പിയാഷെയുടെ സിദ്ധാന്തമനുസരിച്ച് അവന് എന്ത് ന്യൂനതയാണുള്ളത്? അനു സ്റ്റഡിയിങ് ഇൻ 8th സ്റ്റാൻഡേർഡ് finds it difficult to balance chemical equations. According to Piaget, he is deficient in A. വസ്തുസ്ഥിരത, object permanence. B. conservatism. C. പ്രത്യാവർത്തന ചിന്ത, റിവേഴ്സിബിൾ തിങ്കിങ്. ഡി. യുക്തിപരമായ ചിന്ത, ലോജിക്കൽ റീസണിങ്. ആൻസർ സി ആണ്, പ്രത്യാവർത്തന ചിന്ത, റിവേഴ്സിബിൾ തിങ്കിങ്. ചോദ്യം 20. വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഹൗ ഡിഡ് വൈഗോട്സ്കി വ്യൂ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എ. ചോദന പ്രതികരണ ബന്ധങ്ങളുടെ പഠന പ്രക്രിയയാണ് വികാസം. ഡെവലപ്മെന്റ് ആസ് എ സീക്വൻസ് ഓഫ് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻസ്. ബി. കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികാസം. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് ചിൽഡ്രൻ in terms of social and cultural context. സി. വികാസം പാരമ്പര്യമായി മുമ്പേ നിർണയിക്കപ്പെട്ടതാണ്. ഡെവലപ്മെന്റ് ഈസ് ജനറ്റിക്കലി പ്രീഡിറ്റർമിൻഡ്. ഡി. ശാരീരിക പക്വത ആർജിക്കുന്നതിന്റെ ഫലമാണ് വികാസം. ഡെവലപ്മെന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ബയോളജിക്കൽ മെച്ചുറേഷൻ. ആൻസർ ബി ആണ്. കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികാസം. അങ്ങനെയാണ് വൈജ്ഞാനിക വികാസത്തെ വൈഗോട്സ്കി നോക്കിക്കാണുന്നത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് ചിൽഡ്രൻ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. 21. കൗമാരക്കാരന്റെ സാമൂഹ്യ വികാസത്തിന്റെ ഒരു പ്രധാന ഘടകം. കൗമാരക്കാരന്റെ സാമൂഹ്യ വികാസത്തിന്റെ ഒരു പ്രധാന ഘടകം, എ പ്രൊമിനന്റ് ഫീച്ചർ ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് എൻ അഡോളസെന്റ് ഈസ് എ. ഗ്യാങ്ങുകൾ രൂപീകരിക്കുക, ഫോമിംഗ് ഗ്യാങ്സ്. ബി. സാമൂഹിക നിലവാരം കാത്തുസൂക്ഷിക്കുക, മെയിൻറ്റെയിനിങ് സോഷ്യൽ സ്റ്റാറ്റസ്. സി.
സുഹൃബന്ധങ്ങളെ നിരാകരിക്കൽ, ഡെനിയൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഡി. സമപ്രായക്കാർക്കുള്ള പ്രാധാന്യ കൂടുതൽ, മോർ ഇമ്പോർട്ടൻസ് ഫോർ പിയർ ഗ്രൂപ്പ്. ആൻസർ ഡി ആണ്. സമപ്രായക്കാർക്കുള്ള പ്രാധാന്യ കൂടുതൽ, മോർ ഇമ്പോർട്ടൻസ് ഫോർ പിയർ ഗ്രൂപ്പ്. 22. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ വിഷയത്തിൽ പിന്നാക്കം പോയാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം? നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ വിഷയത്തിൽ പിന്നാക്കം പോയാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം? എ. പരിഹാരബോധനം നൽകുക, പ്രൊവൈഡ് റെമഡിയൽ കോച്ചിങ്. ബി. സഹപാഠികൾ വഴിയുള്ള പഠനം അവലംബിക്കുക, ഗിവ് പിയർ കോച്ചിങ്. സി. മറ്റു കുട്ടികളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ അവഗണിക്കുക. ഡി. അധ്യാപന വേഗത കൂട്ടി അവന്റെ ഗ്രഹണശേഷി കൂട്ടാൻ ശ്രമിക്കുക. ആൻസർ എ ആണ്. പരിഹാരബോധനം നൽകുക, പ്രൊവൈഡ് റെമഡിയൽ കോച്ചിങ്. 23. പ്രായഭേദമന്യേ വൈകല്യമുള്ളവരെ മുഖ്യധാരാ വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ സമായോജനങ്ങളിലൂടെയും വിഭവങ്ങൾ നൽകിയും ഉൾക്കൊള്ളിക്കുന്ന രീതിയാണ്. പ്രായഭേദമന്യേ വൈകല്യമുള്ളവരെ മുഖ്യധാരാ വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ സമായോജനങ്ങളിലൂടെയും വിഭവങ്ങൾ നൽകിയും ഉൾക്കൊള്ളിക്കുന്ന രീതിയാണ് ഡിസാബിൾഡ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ബീയിങ് പ്ലേസ്ഡ് ഇൻ മെയിൻസ്ട്രീം എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് with some adaptations and resources is called A. മാറ്റി നിർത്തൽ, segregation. B. ഉൾക്കൊള്ളിക്കൽ, inclusion. C. പ്രാപ്യമാക്കൽ, accessibility. D. integration. ആൻസർ D ആണ്, integration. 24. വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നവയിൽ എന്തിന് സമാനമാണ്? വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നവയിൽ എന്തിന് സമാനമാണ്? എ. ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ബി. ചോദകത്തിന് പകരം വെക്കൽ, സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ. സി. ചോദക വേർതിരിവ്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഡി. ആകസ്മിക പ്രതികരണ തിരിച്ചുവരവ്, സ്പോണ്ടേനിയസ് റിക്കവറി. ആൻസർ സി ആണ്. ചോദക വേർതിരിവ്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. 25. താഴെ പറയുന്ന പ്രബലന രീതികളിൽ ഏതാണ് ഏറ്റവും കുറവ് പ്രതികരണ നാശത്തിനു കാരണമാകുന്നത്? താഴെ പറയുന്ന പ്രബലന രീതികളിൽ ഏതാണ് ഏറ്റവും കുറവ് പ്രതികരണ നാശത്തിനു കാരണമാകുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ഈസ് ലീസ്റ്റ് എഫക്റ്റിംഗ് എക്സ്റ്റിങ്ഷൻ? എ. കൃത്യമായ ഇടവേളകളിൽ പ്രബലനം നൽകൽ, ഫിക്സഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ. ബി. കൃത്യമായ എണ്ണം പ്രതികരണങ്ങൾക്ക് പ്രബലനം നൽകൽ, ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ. സി. തുടർച്ചയായി പ്രബലനം നൽകൽ, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ. ഡി. വ്യത്യസ്ത ഇടവേളകളിലുള്ള പ്രബലനം, വേരിയബിൾ ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ. ആൻസർ ഡി ആണ്. വ്യത്യസ്ത ഇടവേളകളിലുള്ള പ്രബലനം, വേരിയബിൾ ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ. 26. താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് എ. കേസ് പഠനം, കേസ് സ്റ്റഡി. ബി. MMPI. സി. TAT. ഡി. ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ. ആൻസർ സി ആണ്. TAT, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. 27. ക്ലാസ്സിലെ സാമൂഹ്യ ബന്ധങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ഒരു കുട്ടിയെ മറ്റെല്ലാവരും അംഗീകരിക്കുന്നതായി കണ്ടു. അവനെ എന്തു പറയാം?
ക്ലാസ്സിലെ സാമൂഹ്യ ബന്ധങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ഒരു കുട്ടിയെ മറ്റെല്ലാവരും അംഗീകരിക്കുന്നതായി കണ്ടു. അവനെ എന്തു പറയാം? While assessing the social relationships in a classroom, it is found that one child is well accepted by all members in the class. He is known as A. മാറ്റി നിർത്തപ്പെട്ടവൻ ഐസൊലേറ്റ്, ബി. തിരസ്കരിക്കപ്പെട്ടവൻ റിജക്റ്റി, സി. ക്ലിക്ക്, ഡി. സ്റ്റാർ. ആൻസർ ഡി ആണ്, സ്റ്റാർ. 28. കുട്ടികൾ അനുഭവിക്കുന്ന പഠന പ്രയാസങ്ങളെ വിലയിരുത്താൻ താഴെ പറയുന്ന ഉപാധികളിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം? കുട്ടികൾ അനുഭവിക്കുന്ന പഠന പ്രയാസങ്ങളെ വിലയിരുത്താൻ താഴെ പറയുന്ന ഉപാധികളിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം? എ. പ്രകടന പരീക്ഷ പെർഫോമൻസ് ടെസ്റ്റ്, ബി. നിദാന ശോധകം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, സി. അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡി. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആൻസർ ബി ആണ്, നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. 29. താഴെ പറയുന്നവരിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? താഴെ പറയുന്നവരിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? Who proposed the theory of achievement motivation? A. അബ്രഹാം മാസ്ലോ, ബി. കാൾ റോജേഴ്സ്, സി. ഡേവിഡ് മക്ലില്ലാൻഡ്, ഡി. ഇ. എൽ. തൊണ്ടേക്ക്. ആൻസർ സി ആണ്, ഡേവിഡ് മക്ലിലാൻഡ്. 30. ഒരു കുടുംബത്തിൽ ആൺകുട്ടിക്ക് അവന്റെ നേട്ടങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള പ്രോത്സാഹനം നൽകുന്നു. എന്നാൽ പെൺകുട്ടിക്ക് ഇവ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു കുടുംബത്തിൽ ആൺകുട്ടിക്ക് അവന്റെ നേട്ടങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള പ്രോത്സാഹനം നൽകുന്നു. എന്നാൽ പെൺകുട്ടിക്ക് ഇവ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് താഴെ പറയുന്നവയിൽ ഏതാണ്? എ. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ബി. ജെൻഡർ ബയാസ്, സി. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഡി. ജെൻഡർ ഈക്വാലിറ്റി. ആൻസർ സി ആണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ.